നമസ്കാരം. സ്റ്റെപ്പിനി എന്ന് കേൾക്കാത്ത ആരുമില്ല, പറയാത്ത ആരുമില്ല. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കാറിലെ സ്റ്റെപ്പിനി. എന്നാൽ പണ്ട് കാലത്ത് കാറുകളിൽ ഇങ്ങനൊരു സംവിധാനമേ ഇല്ലായിരുന്നു. 1904 വരെ വമ്പൻ വമ്പൻ കാറുകൾ നിർമ്മിച്ചിരുന്നെങ്കിലും ഒരു കാറിനും ഇങ്ങനൊരു സംവിധാനമില്ല. 4 ചക്രങ്ങൾ മാത്രം. എന്തെങ്കിലും കാരണവശാൽ പഞ്ചറായാൽ കഴിഞ്ഞു. 1904 ബ്രിട്ടീഷ് സഹോദരന്മാരായ വാൾട്ടർ ആൻഡ് ടോം ഡേവിസ് 2 പേർ ചേർന്ന് ഒരു സംവിധാനം കണ്ടുപിടിച്ചു. എന്തെങ്കിലും കാരണവശാൽ ടയർ പഞ്ചറായാൽ ടയർ ഊരിയെടുക്കാതെ തന്നെ അതിനോട് ചേർത്ത് ഫിറ്റ് ചെയ്ത് നമ്മൾക്ക് കുറച്ച് ദൂരം പോകാവുന്ന തരത്തിൽ ഒരു സംവിധാനം കണ്ടുപിടിച്ചു. അതിനെ പേറ്റന്റ് നേടുകയും ചെയ്തു. 1906 മുതൽ അത് ഉൽപ്പാദിപ്പിക്കാനും തുടങ്ങി. സംഗതി സൂപ്പർ ഹിറ്റായി. പക്ഷെ ഇത് ഉൽപ്പാദിപ്പിക്കാൻ ഒരു ഫാക്ടറി ഇട്ടത് ലണ്ടനിലെ സ്റ്റെപ്പിനി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. മാത്രവുമല്ല, ആ സ്ഥാപനത്തിന് നൽകിയ പേര് സ്റ്റെപ്പിനി സ്പെയർ വീൽസ് ലിമിറ്റഡ് എന്നാണ്. അങ്ങനെ കമ്പനി സൂപ്പർ ഹിറ്റായി. അവർ കണ്ടുപിടിച്ച ഈ സംവിധാനവും സൂപ്പർ ഹിറ്റായി. പിന്നീട് 1910-20 കാലഘട്ടത്തിലാണ് കാർ നിർമ്മാതാക്കൾ കാറുകളിൽ ഒരു എക്സ്ട്രാ വീലും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സംവിധാനം നിലവിൽ വന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ അന്നും ഇന്നും സ്പെയർ വീൽ എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ആ സഹോദരന്മാർ സ്ഥാപിച്ച കമ്പനിയുടെ പേരും ആ സ്ഥലത്തിന്റെ പേരും മാത്രമാണ് സ്റ്റെപ്പിനി. മിക്കവാറും എല്ലാ രാജ്യത്തും സ്പെയർ ടയർ അല്ലെങ്കിൽ സ്പെയർ വീൽ എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മളെപ്പോഴും സ്റ്റെപ്പിനി എന്ന് തന്നെയാണ് പറയുന്നത്. താങ്ക് യു.